ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് കേരളത്തിലെ BSc നഴ്സിംഗിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മളുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. കാരണം കമൻറ്റിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട്. എല്ലാ ഫീസ് സ്ട്രക്ചറും ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വീഡിയോ എടുക്കാം. അപ്പം കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കേരളത്തിൽ BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. അതായത് നമുക്ക് LBS വഴി അപ്ലൈ ചെയ്യാൻ പറ്റും, PNC MAC വഴി ചെയ്യാം, AMCS FNCK വഴി ചെയ്യാം, CPAS വഴി ചെയ്യാം. പിന്നെ കുറേ കോളേജുകൾ അവരുടേതായിട്ടുള്ള പ്രൈവറ്റായിട്ട് തന്നെ അലോട്ട്മെൻ്റ് ഒക്കെ വഴി തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട്സ് വരുന്നത് എന്തോരം സീറ്റുകളുണ്ട്, എങ്ങനെയാണ് ഈ സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റ് സീറ്റുകളും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളാണ്. അപ്പോൾ മെറിറ്റ് സീറ്റുകൾ എന്ന് പറയുന്നത് അപ്പം LBS വഴിയായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ LBS വഴി തന്നെ ഗവൺമെൻറ് സീറ്റിലുള്ളതെല്ലാം കംപ്ലീറ്റ് ആയിട്ടും മെറിറ്റ് സീറ്റുകളായിരിക്കും. പ്രൈവറ്റ് കോളേജുകൾ 50% സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലായിരിക്കും വരുന്നത്, ബാക്കി 50% മാനേജ്മെൻറ്റ് സീറ്റാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒന്നെങ്കിൽ PNC MAC വഴി, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് അസോസിയേഷനിൽ അവർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആണെങ്കിൽ AMCS FNCK വഴി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ CPAS സിമെൻറ്റിൻ്റെയൊക്കെ അവരുടെ തന്നെ അവർ മാനേജ്മെൻറ്റ് സീറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കേരളത്തിലെ BSc നഴ്സിംഗ് കോളേജുകളിലെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി നമുക്ക് നേരെ ഫീസിലേക്ക് പോവാം. അപ്പോൾ LBS വഴി നമുക്ക് ഗവൺമെൻറ് കോളേജുകളിൽ എന്തായാലും സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളാണ്. അപ്പം സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 23,170 rupees പെർ ഇയർ ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ SC, ST, OEC, ഹിന്ദു OBCയിൽ ഒരു 30ഓളം കാസ്റ്റുകൾ പറയുന്നുണ്ട്. അത് നമ്മളുടെ പ്രോസ്പെക്ടസിൽ അനക്ഷറിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കാസ്റ്റാണ് ഹിന്ദു OBCയിൽ ഫീസ് ഇളവിനെ പരിഗണിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതായത് 23,170 ആണ് നോർമൽ ഫീസ് വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് കാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഏത് റിലീജിയൻ ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്, അതായത് ഒരു വർഷത്തെ കുടുംബവാർഷിക വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് കീഴെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പക്ഷേ നമ്മൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ 23,170 rupees അടയ്ക്കണം. പക്ഷേ എങ്കിൽ നമുക്ക് ഇത് ഗ്രാൻഡ് സ്കോളർഷിപ്പ് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫീസ്, നമ്മൾ അടച്ച ഫീസ് നമുക്ക് തിരികെ കിട്ടും. നമുക്ക് ഫീസ് 1000 രൂപയായിരിക്കും വരുന്നത്. ബാക്കി വർഷങ്ങളിൽ നമ്മൾ 1000 രൂപ അടച്ചാൽ മതിയായിരിക്കും. ഇതാണ് ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്ക് നേരെ പോകാം സിമെറ്റ് കോളേജുകൾ. അപ്പോൾ സിമെറ്റ് കോളേജുകൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇത് പറയുന്നുണ്ട്. നോർമൽ സീറ്റ്സ്, അതായത് മെറിറ്റ് സീറ്റുകളുണ്ട്, പിന്നെ NRI സീറ്റ്സ് ഉണ്ട്. അപ്പം മെറിറ്റ് സീറ്റിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത്, ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ 73,025 rupees ആണ് ഒരു വർഷം വരുന്നത്. ഇനി അവിടുത്തെ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 23,300 rupees ആണ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അതിലും കുറവായിരിക്കും, 19,000 സംതിങ് ആണ് വരുന്നത്. ഇനി NRI സീറ്റ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, ട്യൂഷൻ ഫീസ് വരുന്നത് 95,000 rupees പെർ ഇയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് സെയിം തന്നെയാണ് വരുന്നത്. സ്പെഷ്യൽ ഫീസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അതെന്ന് പറയുന്നത് 23,300 rupees ആണ് ആദ്യത്തെ വർഷം. പിന്നെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് വരുന്നത് 19,300 rupees ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്തത് CPAS കോളേജുകളിലേക്ക് പോകാം. CPAS കോളേജുകളിൽ നമുക്ക് മെറിറ്റ് സീറ്റ്സുകളുണ്ട്, NRI സീറ്റ്സുകളുണ്ട്. അപ്പോൾ മെറിറ്റ് സീറ്റ്സിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 73,025 rupees പെർ ഇയർ ആണ് വരുന്നത്. അവിടെയും നമുക്കൊരു സ്പെഷ്യൽ ഫീസ് ഉണ്ട്. സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 23,300 rupees ആണ് ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അതിലും കുറവായിരിക്കും, അതായത് 19,000 സംതിങ് ആണ് വരുന്നത്. ഇനി CPAS കോളേജുകളിൽ NRI സീറ്റ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 95,000 rupees പെർ ഇയർ ആണ് വരുന്നത്. ഇനി സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 23,300 rupees ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് പോകാവുന്നത് മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ കീഴിലുള്ള കോളേജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് മെറിറ്റ് സീറ്റ്സും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ്സും ഉണ്ട്. അപ്പോൾ മെറിറ്റ് സീറ്റ്സ് എന്ന് പറയുന്നത് LBS വഴി തന്നെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ബാക്കി 50% മാനേജ്മെൻറ്റ് സീറ്റ്സ് ആയിരിക്കും. മാനേജ്മെൻറ്റ് സീറ്റ്സിന് അവർ സെപ്പറേറ്റ് ആയിട്ടൊരു അപേക്ഷ ക്ഷണിച്ച് അങ്ങനെയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മെറിറ്റ് സീറ്റ്സിൻ്റെ ഫീസ് വരുന്നതെന്ന് പറയുന്നത്, ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 73,025 rupees പെർ ഇയർ ആണ് വരുന്നത്. സ്പെഷ്യൽ ഫീസ് ഉണ്ട് 23,300 rupees ആണ്. അത് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് 19,300 rupees ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ്സിലേക്ക് പോകാം. മാനേജ്മെൻറ്റ് സീറ്റ്സിന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 73,025 rupees പെർ ഇയർ ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഫീസ് ഉണ്ട് 23,300 rupees.
അത് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് 19,300 റുപ്പീസ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്കൊരു കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്, അതായത് 10,000 റുപ്പീസ് ഒരു കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്. അത് റീഫണ്ടബിൾ ആണ്, നമ്മൾ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർ തിരിച്ചു തരും. പിന്നെ വരുന്നത് ഒരു PTA ഫണ്ടിന് അവർ കുറച്ച് പൈസ വാങ്ങിക്കുന്നുണ്ട്, അതായത് 1,500 രൂപ PTA ഫണ്ടിന് വാങ്ങിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഇയർ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെയുള്ളതെന്ന് പറയുന്നത് SMA മെമ്പർഷിപ്പ് ഫീ ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത് അത് സ്പെഷ്യൽ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അതൊരു ഫസ്റ്റ് ഇയർ മാത്രമേ അവരത് ഫസ്റ്റ് ഇയർ മാത്രമേ അത് വാങ്ങിക്കുന്നുള്ളൂ. അതിനും കൂടെ വേണ്ടിയിട്ട് അത് 1,500 രൂപയാണ്. അത് സ്പെഷ്യൽ ഫീസിൽ തന്നെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി വരുന്ന കോളേജ് എന്ന് പറയുന്നത് കേപ്പിൻ്റെ കീഴിലുള്ള കോളേജാണ്. അപ്പോൾ അവിടെയും നമുക്ക് നോർമൽ സീറ്റ്സ് ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ്സ് ഉണ്ട്, NRI സീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നോർമൽ സീറ്റ്സിലും മാനേജ്മെൻറ്റ് സീറ്റ്സിലും ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതായത് 73,025 റുപ്പീസ് പെർ ഇയർ ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 23,300 റുപ്പീസ് ആണ് വരുന്നത്. ഇനി NRI സീറ്റ്സ് ആകുമ്പോഴത്തേക്കും അവിടുത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 95,000 റുപ്പീസ് പെർ ഇയർ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 23,300 റുപ്പീസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗവൺമെൻറ് കോളേജ്, അതുപോലെ തന്നെ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഓർഗനൈസേഷൻസിൻ്റെ കീഴിലൊക്കെ വരുന്ന കോളേജസിൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ അവിടുത്തെ ഫീസുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് നേരെ ഇനി ഒരുപാട് പ്രൈവറ്റ് കോളേജുകളുണ്ട്. കേരളത്തിൽ കൂടുതലും പ്രൈവറ്റ് കോളേജുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LBS വഴിയും അഡ്മിഷൻ എടുക്കുന്നുണ്ട്, PNC MAC വഴിയുണ്ട്, AMCS FNCK വഴിയുണ്ട്. അതുപോലെ തന്നെ അവർ കോളേജുകൾ തന്നെ അവരുടേതായ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ഒക്കെ നടത്തി ചെയ്യുന്നതുമുണ്ട്. പിന്നെ നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ LBS വഴി നമുക്ക് എങ്ങനെയാണ് ഫീസ് എന്ന് നോക്കാം. അപ്പോൾ LBS വഴി നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ മെറിറ്റ് സീറ്റിലോട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറയുന്നത് 73,025 റുപ്പീസ് പെർ ഇയർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഫീസ് ഉണ്ട്, 23,300 റുപ്പീസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്കത് 19,300 റുപ്പീസ് ആയിരിക്കും സ്പെഷ്യൽ ഫീസ് വരുന്നത്. ഇനി നമുക്കിവിടെ ഫീസ് അളവ് ലഭിക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ SC ST OEC അതുപോലെ തന്നെ ഹിന്ദു OBC, അതായത് നമ്മളുടെ പ്രോസ്പെക്ടസിൽ അനക്ഷറിൽ പറഞ്ഞേക്കുന്ന ആ ഒരു 30ഓളം കാസ്റ്റിന് ഹിന്ദു OBCയിൽ ഫീസ് അളവുണ്ട്. അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ. അപ്പോൾ ഇവരുടെ എല്ലാം വാർഷിക വരുമാനം, അതായത് ഈ SC ST OEC ഹിന്ദു OBC ആ വരുന്നവരുടെയൊക്കെ വാർഷിക വരുമാനം 6 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 6 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ 6 ലക്ഷത്തിൽ താഴെയാണ് വരുന്നതെങ്കിൽ അവർക്കൊക്കെ 1000 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ പക്ഷേ ഹോസ്റ്റൽ ഫീസ് അതുപോലെ തന്നെ ബുക്സിൻ്റെ ഫീസ് PTA ഫീസ് അങ്ങനെ കുറച്ച് ഫീസൊക്കെ ഉണ്ടാകും. എന്നാലും 73,000 രൂപ അടയ്ക്കേണ്ടി വരില്ല, 1000 രൂപയായിരിക്കും വരുന്നത്. അപ്പം LBS വഴി മെറിറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഫീസ് അളവ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫീസ് അളവ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് E-ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് E-ഗ്രാൻഡ് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും LBS വഴി മെറിറ്റ് സീറ്റിലോട്ടേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫീസ് അളവ് കിട്ടുന്നത്. നമ്മൾ LBS വഴി പ്രൈവറ്റ് കോളേജുകളുടെ മെറിറ്റ് സീറ്റ് ഫീസ് പറഞ്ഞു. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് നമുക്ക് ഒന്നെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് അസോസിയേഷൻ PNC MAC വഴി നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ AMCS FNCK വഴി ചെയ്യാം. പിന്നെ PNC MAC വഴി ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സീറ്റ്സ് അവിടെ തന്നെ രണ്ടായിട്ട്, അതായത് 50% നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞു. 50%-ൽ 15% അവർ NRI സീറ്റ്സ് ആയിട്ടും അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മാനേജ്മെൻറ്റ് സീറ്റ്സിൻ്റെ ആണെങ്കിൽ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറയുന്നത് 73,025 റുപ്പീസ് പെർ ഇയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ഉണ്ട് 23,300 റുപ്പീസ്. ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഇയർ ആയിട്ട് അത് കുറവായിരിക്കും, 19,300 റുപ്പീസ്. പിന്നെ ഒരു കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്, അത് എന്തുവരെ 10,000 റുപ്പീസാണ് വരുന്നത്, അത് റീഫണ്ടബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ NRI സീറ്റ്സിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 95,000 റുപ്പീസ് പെർ ഇയർ ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ഉണ്ട്, അതായത് 23,300 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഒരു സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്കത് 19,300 റുപ്പീസ് ആയിരിക്കും. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് 10,000 റുപ്പീസാണ്, അത് റീഫണ്ടബിൾ ആണ്. ഇപ്പോൾ ഇത് നമ്മൾ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ പ്രൈവറ്റ് നഴ്സിംഗ് അസോസിയേഷൻ PNC MAC വഴി ചെയ്യുമ്പോഴുള്ള ഫീസാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലേക്ക് AMCS FNCK വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് അവരുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക്. അപ്പോൾ അതിലും വരുമ്പോഴത്തേക്കും 15%, അതായത് 50%-ൽ 15% നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തേക്കാണ്, NRI സീറ്റ്സിനായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് സീറ്റ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 73,025 റുപ്പീസ് പെർ ഇയർ ആണ് വരുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഫീസ് ഉണ്ട് 23,300 റുപ്പീസാണ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് വരുന്നത് 19,300 റുപ്പീസ് ആയിരിക്കും. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് വരുന്നുണ്ട്, അത് 10,000 റുപ്പീസാണ്. അതുപോലെ തന്നെ യൂണിഫോം, അതുപോലെ തന്നെ യൂണിഫോമിന് ഒരു മാക്സിമം അവർ പറയുന്നത്
5,500 ആയിരിക്കും വരിക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സ് റെക്കോർഡ്സ് എല്ലാത്തിനും കൂടെ ഒരു മാക്സിമം പിന്നെയും ഒരു 5,500 വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റെൻറ്റ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, റെൻറ്റ്, ഹോസ്റ്റൽ ഫീസ് എല്ലാം കൂടി ഒരു മാക്സിമം 72,000 റുപ്പീസാണ് അവരവരുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഹോസ്റ്റൽ ഫീസൊക്കെ ഇവർ ഓരോ വർഷം കൂട്ടാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം NRI സീറ്റ്സിനുണ്ട്. അപ്പോൾ NRI സീറ്റ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്, ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 95,000 റുപ്പീസ് പെർ ഇയർ ആണ് വരുന്നത്. സ്പെഷ്യൽ ഫീസ് ഉണ്ട്, അതെന്ന് പറയുന്നത് 23,300 റുപ്പീസ് ആണ് വരുന്നത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് വരുന്നത് 19,300 റുപ്പീസ് ആണ് വരുന്നത്. കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് 10,000 ആണ്, റീഫണ്ടബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോമിന് ഫീസ് വരുന്നുണ്ട്, 5,500 റുപ്പീസ് ആയിരിക്കും വരുന്നത്. അത് മാക്സിമം ആട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സ് റെക്കോർഡ്സ് അതിനെല്ലാം കൂടി ഒരു 5,500 അവർ പറയുന്നുണ്ട്. പിന്നെ റെൻറ്റ്, മെസ് ഫീസ്, ഹോസ്റ്റൽ ഫീസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് മാക്സിമം ഒരു 72,000 റുപ്പീസ് ആയിരിക്കും ഒരു വർഷം വരുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കേരളത്തിൽ BSc നഴ്സിംഗ് കോളേജുകളിൽ നമ്മൾ പഠിക്കാൻ ചേരുമ്പോൾ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അതായത് പല രീതിയിലും അലോട്ട്മെൻ്റ് ഒക്കെ വന്നാലും ഏകദേശം മാനേജ്മെൻറ്റ് ഫീസുകളെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ LBS വഴി നമുക്ക് പ്രൈവറ്റ് കോളേജുകൾ കിട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വാർഷിക വരുമാനം അതിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു എമൗണ്ടിൽ താഴെയാണെങ്കിൽ നമുക്ക് ഫീസ് ഇളവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ LBS വഴി പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിൽ കിട്ടുന്നത് മോശമാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം മറ്റതിനേക്കാളും നമുക്കൊരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ഒരു പ്രിവിലേജൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത BSc നഴ്സിംഗിന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലെ ഫീസ് സ്ട്രക്ചർ എന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കമൻറ്റ് ചെയ്യുക, നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നഴ്സിങ്ങിനൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം നമ്മളൊരിടത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ ഫീസ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പലയിടത്താണ് ഈ നോട്ടിഫിക്കേഷൻ മീൻസ് ഫീസുകളും എല്ലാം പറഞ്ഞേക്കുന്നത് ഒരു സിംഗിൾ പ്ലേസിലല്ല. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കി എല്ലാം ചെയ്താണ് നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.